അനാലിസിസിൻ്റെ തേർഡ് വീഡിയോ. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് രണ്ട് സെറ്റ് എ ബി എപ്പോഴാണ് ഓഫ് സെയിം സൈസ് അല്ലെങ്കിൽ സെയിം കാർഡിനാലിറ്റി എന്ന് പറയാനുള്ളതായിരുന്നു. നമ്മളതിൻ്റെ ആൻസറായിട്ട് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? എ എന്ന് ബിയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും എ ആൻഡ് ബി ആർ ഓഫ് സെയിം കാർഡിനാലിറ്റി അല്ലെങ്കിൽ ദേ ആർ ഈക്വൽ എന്നൊക്കെ പറയുന്നു. അതിൻ്റെ സിമ്പൽ ഇതാണ് അല്ലേ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസും ഒരു ചെറിയ റിസൾട്ടുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ പറയുമ്പോൾ ഞാൻ റൂഡിനാണ് ഫോളോ ചെയ്യുന്നത്, ഓൾറെഡി പറഞ്ഞു. റൂഡിൻ്റെ ഡെഫിനിഷനാണ് എഴുതുന്നത്. പക്ഷേ റൂഡിൻ്റെ ഡെഫിനിഷനും മറ്റ് ടെക്സ്റ്റുകളിലെ ഡെഫിനിഷൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഡിഗ്രി മുതൽ ഈ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഓർമ്മയിലുള്ളവർക്ക് ഞാനത് എഴുതുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ നോക്കൂ എന്താ വ്യത്യാസം, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ആ വ്യത്യാസം വളരെ റെയറായിട്ട് അത് റെലവൻ്റ് ആണ്. ഞാൻ പറയാം അതിന് എന്താണെന്നൊക്കെ. സോ ആദ്യം ഫൈനൈറ്റ് സെറ്റ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ ഫൈനൈറ്റ് സെറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി റൂഡിൻ ജെ എന്ന് പറഞ്ഞൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇത് ഫൈനൈറ്റ് സെറ്റിലൊരു പ്രശ്നമില്ല കേട്ടോ. ഫൈനൈറ്റ് സെറ്റൊക്കെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ തലയിലുള്ള ആ ബോധം തന്നെ മതി. ഞാൻ ടെക്സ്റ്റിലുള്ള ഒരു റിഗറസ് ആയിട്ട് ഒരു ഡെഫിനിഷൻ അങ്ങ് എഴുതാനേ ഉള്ളൂ. ഓക്കെ, യെസ്, ഞാൻ എഴുതട്ടെ ആദ്യം. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ജെ എന്ന് ഡിഫൈൻ ചെയ്തത് 1 2 3 എക്സെട്ര n ഈ സെറ്റാണ്. അപ്പോൾ J5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് 1 2 3 5 അല്ലേ. J10 എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 എക്സെട്ര 10. അങ്ങനെയാണ് ജെ എന്ന് ഡിഫൈൻ ചെയ്തത്. ഇനി ഒരാൾ ചോദിക്കുകയാണ് ഒരു സെറ്റ് ഫൈനൈറ്റ് ആണ് എപ്പോഴാണ് പറയാമെന്ന്. അതിൻ്റെ റിഗറസ് ആയ ആൻസറായിട്ട് നമ്മൾ എന്ത് പറയും? ആ സെറ്റ് ഏതെങ്കിലും ഒരു ജെ എൻ ഇക്വലൻ്റ് ആണെങ്കിൽ, ഞാൻ എഴുതട്ടെ എന്ന് പറഞ്ഞുതരാം. ഇഫ് എ ഈസ് ഇക്വലൻ്റ് ടു ജെ എൻ ഫോർ സം എൻ. അപ്പോൾ എക്സാമ്പിളായിട്ട് വവൽസ് ഇൻ ഇംഗ്ലീഷ് ഫൈനൈറ്റ് ആണോ ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ഫൈനൈറ്റ് ആണ്. കാരണം എന്താ? അത് J5 ഇക്വലൻ്റ് ആണ്. അതാണ് എൻ്റെ റിഗറസ് ആൻസർ. AEIOU ഫൈനൈറ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു J5. ഇനി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 എണ്ണമുള്ളത് ഓക്കെ ആണെന്ന് തോന്നുന്നു. അത് ഫൈനൈറ്റ് ആണോ? ആൻസർ യെസ്. കാരണം എന്താ? ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു J26. യെസ്, അങ്ങനെ നമ്മൾ റിഗറസ് ആയിട്ട് അതിന് ആൻസർ ചെയ്താൽ ഫൈനൈറ്റ് വന്നത്. ഇതോടെ മറന്നോ? ഓർമ്മയിൽ നിൽക്കാത്തവർ നിങ്ങളുടെ മനസ്സിലുള്ള ഫൈനൈറ്റ് സെറ്റ് എന്താണെന്നുള്ള ആ ബോധം മാത്രം മതി. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് ഇൻഫിനിറ്റ് സെറ്റ് തന്നെ എന്താ? ഫൈനൈറ്റ് സെറ്റൊക്കെ ഇഫ് എ ഈസ് നോട്ട് ഫൈനൈറ്റ്, ഇവിടെയും പ്രശ്നമൊന്നുമില്ല. തേർഡിലാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം. ഞാനത് എഴുതട്ടെ, നിങ്ങൾക്ക് മനസ്സിലാണ്ടോ നോക്ക്. ഇനി കൗണ്ടബിൾ സെറ്റ്, ഇതാണ് ഡിഫൈൻ ചെയ്തത്. കൗണ്ടബിൾ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ജെ. ആ ജെ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. അത് അദ്ദേഹം ഉപയോഗിച്ച സിമ്പിൾ ജെ ആയതുകൊണ്ട് ഞാൻ ജെ നേരി മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറയാൻ അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്താ അറിയോ? ആ സെറ്റ് എന്തുമായിട്ട് ഇക്വലൻ്റ് ആയിരിക്കണം? ജെയുമായിട്ട്, അതായത് നാച്ചുറൽ നമ്പറായിട്ട് ഇക്വലൻ്റ് ആയിരിക്കണം. ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് തന്നെ ഇതാട്ടോ ഇവിടെ വേണ്ട. ഈ ഫേസ് ഇക്വലൻ്റ് ടു ജെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ അത് നാച്ചുറൽ നമ്പറായിട്ട് ഇക്വലൻ്റ് ആയിരിക്കണം. അതായത് സെറ്റ് 1 2 3 4 എക്സെട്ര, അതായത് നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണോ? യെസ്. കാരണം എന്താ? അത് നാച്ചുറൽ നമ്പറായിട്ട് ഇക്വലൻ്റ് ആണ്. കാരണം നാച്ചുറൽ നമ്പറിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പ് എന്താണ്? ബൈജക്ഷൻ ആണ്. ഇനി ഈവൻ നമ്പേഴ്സ് 2 4 6 എക്സെട്ര 8 6 8 എക്സെട്ര, ഈ സംഭവം ഈവൻ നമ്പേഴ്സ് കൗണ്ടബിൾ ആണോ? യെസ്. കാരണം എന്താണെന്നറിയോ? അത് നാച്ചുറൽ നമ്പറുമായിട്ട് ഇക്വലൻ്റ് ആണ്. കാരണം ഈ നാച്ചുറൽ നമ്പർ എന്ന ഈവൻ നമ്പറിലേക്കുള്ള ഈ മാപ്പില്ലേ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇത് ബൈജക്ഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ നമ്പർ ഡൊമൈനും ഈവൻ നമ്പേഴ്സ് കോഡൊമൈനായിട്ട് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈജക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഈവൻ നമ്പേഴ്സ് നാച്ചുറൽ നമ്പറായിട്ട് ഇക്വലൻ്റ് ആണ്, അതുകൊണ്ട് അത് കൗണ്ടബിൾ ആണ്. ഇതാണ് റൂഡിൻ്റെ ഡെഫിനിഷൻ കൗണ്ടബിൾ സെറ്റിൻ്റെ. അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ വ്യത്യാസം എന്താണ്. ഓക്കെ, അതായത് വവൽസ് കൗണ്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ റൂഡിൻ പറയും കൗണ്ടബിൾ അല്ല. കാരണം റൂഡിൻ്റെ ഡെഫിനിഷനിൽ ഫൈനൈറ്റ് സെറ്റ് കൗണ്ടബിൾ അല്ല. ഇത് മാത്രമാണ് വ്യത്യാസം. മറ്റുള്ള ടെക്സ്റ്റുകളിലൊക്കെ തന്നെ ഞാൻ കണ്ട മറ്റുള്ള എല്ലാ ടെക്സ്റ്റുകളിലും ഫൈനൈറ്റ് സെറ്റ് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നാച്ചുറൽ നമ്പറോ ഏതെങ്കിലും സബ്സെറ്റിനോടോ ഇക്വലൻ്റ് ആയാൽ മതി. ഒന്നുകിൽ നാച്ചുറൽ നമ്പറോട് ഇക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ജേനൽ ഇക്വലൻ്റ് ആയാലും എല്ലാ സെറ്റും നമ്മൾ കൗണ്ടബിൾ എന്ന് പറയും. മറ്റുള്ള ടെക്സ്റ്റുകളിലൊക്കെ. റൂഡിൽ മാത്രം അതില്ല. ഫൈനൈറ്റ് സെറ്റ് ഒന്നും കൗണ്ടബിൾ അല്ല. പക്ഷേ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
സാധാരണ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിലൊന്നും ഞാൻ ഈ ഡെഫിനിഷൻ ഉപയോഗിക്കില്ല. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ടെക്സ്റ്റിലൊക്കെ സാധാരണക്കാരൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന കൗണ്ടബിളിൻ്റെ അർത്ഥം എന്താ, ഒന്നുകിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ഇക്വലൻ്റ് ആയിരിക്കും. ഈ ഡെഫിനിഷനാണ് ഞാൻ അങ്ങോട്ടുള്ള റിസൾട്ടിലൊക്കെ ഉപയോഗിക്കുക. പക്ഷേ ഇത് ഓർത്ത് വെച്ചു. കാരണം എന്താ അറിയോ, ഏതോ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻ മറന്നു, ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തു തരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ റൂഡിൻ്റെ ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അത് ക്രൂഷ്യലായിരുന്നു. സാധാരണ ഇതിൽ അങ്ങനത്തെ ഈ ഡെഫിനിഷന് പ്രശ്നമുണ്ട്. കാരണം റൂഡിൻ്റെ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റാണ്. ഈ വ്യത്യാസമൊക്കെ എല്ലാ പ്രൊഫസേഴ്സിനും ഒക്കെ അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉള്ളവർക്കൊക്കെ ആ ബോധം ഉണ്ടാവും. പക്ഷേ ഒരു തവണ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അതിൻ്റെ റൈറ്റ് ആൻസർ ചൂസ് ചെയ്യണമെങ്കിൽ കൗണ്ടബിളിൻ്റെ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചാലേ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻസർ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. എനിവേ നിങ്ങളിതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്രാഷ് എവിടെയെങ്കിലും ഡെഫിനിഷൻ ഇടയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ ആണ് റൂഡിൻ്റെത്. റൂഡിൻ സ്റ്റാൻഡേർഡാണ്, അതെല്ലാവർക്കും അറിയും, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് മറ്റേ നിങ്ങൾ പണ്ട് മുതൽ പഠിച്ച ഡെഫിനിഷൻ പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞു. ഞാനും ഇനി ആ ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് കൗണ്ടബിൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, ഇതല്ല. ഈ ഫേസ് ഇക്വലൻ്റ് ടു ജെ ഓർ ഇക്വലൻ്റ് ടു ജെ എന്ന് എഴുതില്ല, ഓർ ഫൈനൈറ്റ്. അതായത് ഞാനിനി അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ഇത് റൂഡിന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് കൗണ്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ടെക്സ്റ്റുകളൊക്കെ പറയും പോലെ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അത് ഒന്നുകിൽ എന്തായിരിക്കണം, നാച്ചുറൽ നമ്പറിന് ഇക്വലൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം. യെസ്. ഇനി നാലാമത്തെ ഡെഫിനിഷൻ അൺകൗണ്ടബിൾ. എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഈ ഡെഫിനിഷനാട്ടോ ഇനി ഫോളോ ചെയ്യുന്നത്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ അല്ലാത്തത്. ഈ വേർഡ് അർത്ഥം സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ റൂഡിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കാരണം റൂഡിൻ്റെ ഈ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നിങ്ങളത് വായിക്കുന്നവരാരും ഉണ്ടെങ്കിൽ അതവിടെ ഉൾക്കൊണ്ടിട്ട് വായിച്ചാൽ മതി. അല്ലാത്തവർ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. യെസ്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ അല്ലാത്തത്. അതൊന്നും ഫൈനൈറ്റും ആവില്ല, നാച്ചുറൽ നമ്പറിന് ഇക്വലൻ്റ് ഒന്നും ആവില്ല. അങ്ങനത്തെ സെറ്റിനാണ് അൺകൗണ്ടബിൾ. നിങ്ങളൊക്കെ തലയിൽ മിക്കവാറും ആൾക്കാർ തലയിലുള്ള ആ ഡെഫിനിഷൻ തന്നെ. സോ അൺകൗണ്ടബിൾ ഇഫ് എ ഈസ് നോട്ട് കൗണ്ടബിൾ. ഓക്കെ. ഇനി പിന്നെന്താ പറയാനല്ലേ, ഒന്നുമില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഡെഫിനിഷൻസ്. ഓക്കെ. യെസ്. ഞാൻ അടുത്ത റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം ഈ ഡെഫിനിഷനൊക്കെ തറാക്കി വെക്കുക. റിസൾട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ കൊണ്ട് റിസൾട്ടുകളുടെ പാരാവാരാണ്. ഡെഫിനിഷനും കാര്യമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ പക്കയായിരിക്കണം. ഇനി ഒരുപാട് റിസൾട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ റൂഡിൻ്റെ ടെക്സ്റ്റിലെ റിസൾട്ടുകളും കുറച്ച് എക്സ്ട്രാ റിസൾട്ടുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ഉണ്ടാവും. ഞാൻ ഇനി കൂടുതൽ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യും. ചെറിയ ചെറിയ വീഡിയോസാണല്ലോ, അപ്പോൾ 3-4 വീഡിയോസൊക്കെ ചെയ്യും. നാളെ മുതൽ ആൾജിബ്രയൊക്കെ ചെയ്യണം ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനിവേ ഇപ്പം ഞാൻ ഇവിടെ നിർത്തുകയാണ്.